നമ്മളിപ്പോ എന്താ ഇവിടെ വന്നേ? നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാലയങ്ങളിലെ ഒരു മാറ്റം, കുട്ടികളിലെ മാറ്റം, അവരുടെ പഠന നിലവാരം, ഈ സ്കൂളുകളിലെ ബിൽഡിങ്ങുകൾ, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. സത്യം നമ്മുടെ കിഷോറായിട്ട് പറഞ്ഞതിന് ശേഷം എനിക്ക് എന്റെ ആ പഴയ സ്കൂളിലെ കാലഘട്ടങ്ങളില്ലേ അതൊക്കെ ഇങ്ങനെ കുറേ മനസ്സിൽ ഇങ്ങനെ പോയിട്ടാ. ചില മാറ്റം വന്നെന്ന് പറഞ്ഞപ്പോ നേരിട്ട് കാണാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മത്സരങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ ആ മാറ്റം നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ ഈ പിള്ളേരൊക്കെ എന്ത് ഹാപ്പിയല്ലേ സ്കൂളില്. അതെ, ഇവിടുത്തെ സ്കൂള് മാത്രമല്ല, കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികൾ വളരെ ഹാപ്പിയാണ്, വളരെ എനർജറ്റിക് ആണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് കേരള സർക്കാരിന്റെ ലക്ഷ്യം തന്നെയാണ്. ആ ഓരോ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എങ്ങനെയാണെന്നുള്ളത് ഓരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. സ്കൂൾ കലോത്സവത്തിൽ ഗോത്ര കലകൾ പരിശീലിപ്പിക്കുകയാണ് നമ്മളെ ഇവിടുത്തെ അധ്യാപകൻ. സാറിന്റെ പേര്? എൻ്റെ പേര് കലേഷ് കാർത്തികൻ. ഞാൻ ഇവിടെ 3 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ നാടൻ പാട്ടും നാടൻ കലകളും ഒക്കെ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ഗോത്രകലകൾ നമ്മുടെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയത്. 5 ഗോത്രകലകളാണ്. പനിയ നൃത്തം, അതുപോലെ മംഗലകളി, ഇർല നൃത്തം, മലപ്പുലയാട്ടം തുടങ്ങിയ ഗോത്രകലകളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളെ ഒരുമിച്ച് ചേർത്തുള്ള ഇർല നൃത്തം. കേരളത്തിന്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച ഒന്നാണ് കൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൈറ്റിന്റെ മേധാവി അൻവർ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാർ ഇവിടെ വന്ന സമയം മുതൽ നമ്മളിങ്ങനെ കേൾക്കുന്ന ഒരു പേരാണ് കൈറ്റ്. എന്താണ് സാർ കൈറ്റ്? കൈറ്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2000 മുതൽ ITR സ്കൂൾ എന്ന പ്രോജക്റ്റ് പ്രവർത്തിക്കുന്നുണ്ട്. ITR സ്കൂൾ, അതായത് സ്കൂളുകളിലെ IT പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കേരളത്തിൽ മാത്രമേ ഇത്രയൊരു സ്ഥാപനമുള്ളൂ. അത് 2017 ഇതിനെ കൈറ്റ് എന്നുള്ള പേരിലേക്ക് മാറ്റിയത്, സ്വതന്ത്രമാക്കി മാറ്റിയത്. അപ്പൊ അതിനുശേഷം സ്കൂളിലെ ഹൈടെക് ഡിജിറ്റൽ പ്രവർത്തനങ്ങളാണ് കൈറ്റ് പ്രധാനമായും നടത്തുന്നത്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സാറേ, അപ്പൊ കേരളത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ? അതെ, വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള IT സ്ഥാപനം ഇന്ത്യയിൽ 2001 മുതൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപക ശാക്തീകരണമാണ്. അധ്യാപകർക്ക് നിരന്തരം IT പരിശീലനം നൽകുക. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളിൽ ഈ കിഫ്ബി പ്രോജക്റ്റോട് കൂടി ഹൈടെക് സ്കൂൾ പദ്ധതി 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. അതിനുശേഷം 11,000 സ്കൂൾ ഹൈടെക് ലാബുകൾ സ്ഥാപിച്ചു. പിന്നെ ഇതുപോലെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾ, കുട്ടികളുടെ IT ക്ലബ്ബുകൾ സ്ഥാപിച്ചു. പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് 3000 കോടി രൂപയാണ് സംസ്ഥാന ഖജനാവിന്റെ ലാഭം ലഭിക്കുന്നത്. പിന്നെ ഈ ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനത്തിന്റെ ഭാഗമായി റോബോട്ടിക്സ്, IoT പ്രവർത്തനങ്ങൾ നടത്തി. 7 മുതൽ 12 വരെ ക്ലാസ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠന വിഷയമാക്കി. അതും ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കേരളത്തിൽ.
പിന്നെ റോബോട്ടിക് കിറ്റുകൾ ആദ്യം ഈ 9,000 റോബോട്ടിക് കിറ്റ് എന്ന് ഞാനും കേട്ടിട്ടുണ്ട്. അത് എന്താണ്? അത് ഒരു കട്ട റോബോട്ടിക് കിറ്റ് ഇവിടെ നിങ്ങൾ ഉണ്ടാവും. അതില് അതെ ഇതിന്റെ അകത്ത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള കുട്ടികൾക്ക് ആവശ്യമായുള്ള ആർഡിനോ ബോർഡ്, പിന്നെ അതിന്റെ വിവിധ സെൻസറുകൾ, സെർവോ മോട്ടോർ, അങ്ങനെ വിവിധ പ്രവർത്തനങ്ങൾ നടത്താം. ടീച്ചർ മലയാളം. ഇത് +1 സയൻസാ. ഇവിടെ ഈ പഠിക്കുന്ന കുട്ടികളിൽ നന്നായിട്ട് കവിത എഴുതുന്ന ആരാണ്? അധിക നേരമായി സന്ദർശകർക്കുള്ള മുറിയിൽ മൗനം കുടിച്ചിരിക്കുന്നു നാം. ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മൈക്ക് ഇപ്പൊ ടീച്ചറിന്റെ കഴുത്തിലൊരു ഹെഡ് ഓൺ മൈക്ക്, പ്രൊജക്ടർ, അങ്ങനെ കുറെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അന്ന് ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഇല്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ശബ്ദമുള്ള ആൾക്കാർ ആരാണോ അവരെ കൊണ്ടായിരിക്കും ഇത്തരം പദ്യങ്ങൾ ചൊല്ലിക്കുന്നത്. നിങ്ങൾ എന്താണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന സാധനം അത് മോണിറ്ററിലേക്ക് പകർത്തി തരാനുള്ള വലിയൊരു പ്രൊജക്ടർ ഉണ്ട്. ഒപ്പം തന്നെ ലാപ്ടോപ്പിലാണ് അത് പ്ലേ ചെയ്യുന്നത്. സ്മാർട്ട് ക്ലാസിനെ കുറിച്ച് പറയാൻ നല്ല ക്ലാസ് ആണ്. പെട്ടെന്ന് നമുക്ക് പ്രൊജക്ടറിൽ ഓരോ പോയിന്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മൈൻഡിൽ ഇത് ചെയ്യാൻ പറ്റും. ഹൈടെക് ക്ലാസ് ആയി. അതിന്റെ ഒരു പ്രയോജനം എല്ലാവർക്കും ഉണ്ട്. അത് റിസൾട്ടിൽ തന്നെ ഉണ്ട്. സ്മാർട്ട് ക്ലാസ് അതിന് ശേഷം പ്രൊജക്ടർ ലാപ്പ് ഇതെല്ലാം വന്ന് അപ്പം നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഈ വിഷ്വലൈസ് പഠിക്കുന്ന പെട്ടെന്ന് മറക്കൂല. അപ്പം എക്സാംസിനൊക്കെ അത് ഒരുപാട് ഉപകാരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടത് ഹയർ സെക്കൻഡറി സെക്ഷനിലെ സ്മാർട്ട് ക്ലാസ് റൂമിന്റെ പ്രത്യേകതകളാണ്. നമുക്കിനി ഹൈസ്കൂളിലെ സ്മാർട്ട് റൂം കാഴ്ചകൾ കണ്ടാലോ? ഓക്കെ, അപ്പൊ ടാറ്റേ, ഓക്കെ, ബൈ ബൈ ബൈ. ഈ പഴയ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന സൗകര്യവും ഇപ്പോഴത്തെ അടിസ്ഥാന സൗകര്യവും എണ്ണം പറഞ്ഞ് പറയാൻ നല്ല കപ്പാസിറ്റി ഉള്ള ടീച്ചർ. അത്രയും വലിയൊരു എക്സ്പീരിയൻസ് അല്ലേ? ഞാനും ഒരു പൊതുവിദ്യാലയത്തിലാണ് പഠിച്ചത്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങൾ സ്വപ്നം കണ്ടിരുന്ന പലതും ഇന്ന് നിങ്ങൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് നിങ്ങൾ ജീവസിന്റെ ക്ലാസ് റൂമുകളിലാണ് ഇരിക്കുന്നത്, ഹൈടെക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ. പണ്ടെന്റെ അധ്യാപകർ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ സ്വപ്നം കണ്ടിരുന്നു ഈ സാധനം എങ്ങനെ ഇരിക്കും, എങ്ങനെയായിരിക്കും അത് ഉണ്ടാകുക. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ കാഴ്ചപ്പാടായിരുന്നു, ഓരോ കുട്ടികളുടെയും മനസ്സിൽ. പക്ഷെ ഇന്നിപ്പോ നമ്മുടെ ശരീരത്തിനകത്ത് ആന്തര അവയവങ്ങളെ പോലും നമ്മൾ പ്രൊജക്ടറിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടുണ്ടാകും. അപ്പൊ അതാണ് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാഴ്ച. എന്ത് തോന്നുന്നു നമ്മുടെ സ്മാർട്ട് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ? വളരെ നല്ലതായിട്ട് തോന്നുന്നത്. കാരണം നമ്മൾ ഇപ്പം പറഞ്ഞു മനസ്സിലാക്കാതെ നമുക്ക് കാണുമ്പോൾ അത് കൂടുതൽ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ടെക്സ്റ്റ് കൂടെ വായിച്ചാൽ എല്ലാം സെറ്റാണ്. ഈ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. വായിച്ച് മനസ്സിലാക്കാട്ടി നല്ലത് കണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് ഞങ്ങളുടെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പുസ്തകത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പുസ്തകം നമുക്ക് പണ്ടത്തെ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരുപാട് ഭാരം ചുമക്കണം എന്നായിരുന്നു, ഒരുപാട് പുസ്തകങ്ങൾ കൊണ്ടുവരണം. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പം അങ്ങനെയല്ല. ആകെ 2-3 പാർട്ടായിട്ടാണ് ബുക്ക്. അപ്പം നമുക്ക് അന്ന് പഠിപ്പിക്കുന്ന ബുക്കുകൾ മാത്രം കൊണ്ടുവന്നാൽ മതി, ഒരുപാട് ബുക്കുകൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സമഗ്ര ഉപയോഗിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സമഗ്രയിൽ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ബാങ്ക് നമുക്ക് വീട്ടിൽ പോയിരുന്ന് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ആശയം തന്നെ അപ്പം തന്നെ പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ അടുത്ത് നിൽക്കുന്ന സ്കൂളുമായിട്ടാണ്. അപ്പം എപ്പോഴും വരണം, പഠിക്കണം. പിന്നെ ഫാൻ ആയാലും നമുക്ക് ചൂടെടുത്തിരിക്കേണ്ട ആവശ്യം വരൂല. എപ്പോഴും ഫാന്, ലൈറ്റ്, നമ്മളിങ്ങനെ ഫുൾ പോസിറ്റീവ് ആണ് ഇവിടെ. പണ്ടുള്ള കാലഘട്ടങ്ങളിൽ പഠിക്കാത്ത കുട്ടികളെ ബാക്ക് ബെഞ്ചിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. മാറ്റുന്നതിന് അവരായിട്ട് മാറിയിരിക്കും. അങ്ങനെയുണ്ട്. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് അത് നിർത്തിയിരിക്കുന്നു. ഇവിടെ ചെയ്യുന്നത് റൊട്ടേഷൻ ബേസ് ആണ്. റൊട്ടേഷൻ ബേസ്. ഇതിപ്പോ വെള്ളിയാഴ്ച ഇവിടെ 3ാമത്തെ റോയിലാണ്, തിങ്കളാഴ്ച ഇവിടെ പോകും, തൊട്ട് ബാക്കിൽ പോകും അല്ലെ. ഓരോ വിദ്യാർത്ഥിക്കും പരിഗണന കൊടുക്കുന്നു എന്നുള്ളതാണ് ആ പുതിയൊരു കൺസെപ്റ്റ്. ബാക്ക് ബെഞ്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അതെ. പിന്നെ അതുപോലെ തന്നെ കിഷോറുടെ എനിക്ക് ഇവർ പറഞ്ഞത് മനസ്സിലായെന്ന് അറിയോ?
പുസ്തകങ്ങളുടെ ഭാരം കുറച്ചത്. കാരണം ഞാനൊക്കെ പഠിച്ച സമയത്ത് എല്ലാം കൂടെ വാരി കെട്ടി വരേണ്ടി വരും. ഇപ്പം ഏത് വിഷയങ്ങളാണോ പഠിക്കേണ്ടത് അത് മാത്രം കൊണ്ടുവന്നത്. അത് മാത്രവുമല്ല, പുസ്തകങ്ങൾ എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടിക്കുള്ള പുസ്തകം 9ാം ക്ലാസ്സിലെ അവസാന പരീക്ഷ കഴിയുന്ന സമയത്ത് തന്നെ ആ ക്ലാസ്സിലെ കുട്ടിക്കുള്ള പുസ്തകം റെഡിയാണ്. പാഠ്യപദ്ധതി സമയബന്ധിതമായി പരിഷ്കരിച്ച ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതെ, കാരണം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തക പരിഷ്കരണം നിശ്ചിത സമയത്തുള്ള വിജയകരമായി പൂർത്തീകരിച്ച സംസ്ഥാനമാണ് നമ്മുടെ. അത് മാത്രമല്ല, ജനകീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പാഠപുസ്തക പരിഷ്കരണം തന്നെ നമ്മുടെ കേരള സർക്കാർ നടപ്പിലാക്കിയത്. ഇപ്പൊ 10th പുസ്തകങ്ങളൊക്കെ കിട്ടി. കിട്ടി. 9ന്റെ പരീക്ഷ തീരുമ്പോ ആ സമയത്തിന് നമുക്ക് പുസ്തകമൊക്കെ കിട്ടും. എല്ലാം കിട്ടി. അപ്പൊ നേരത്തെ പഠിക്കാം. നേരത്തെ നമുക്ക് വെക്കേഷൻ നമുക്ക് പഠിച്ചൊക്കെ തുടങ്ങാം. അപ്പോഴേ നേരത്തെ പുസ്തകങ്ങൾ കിട്ടണോണ്ട് ഇപ്പൊ ക്ലാസ്സിൽ വരുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് അത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം രക്ഷകർത്താക്കൾ അങ്ങനെ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കാം. എന്റെ പേര് നസിയ. മോള് നമ്മൾ പഠിക്കുന്നത് ഇവിടെ മകളാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്. ഒരു രക്ഷകർത്താവെന്നുള്ള നിലയിൽ നമ്മുടെ പുതിയ ഈ വിദ്യാഭ്യാസ പരിഷ്കരണത്തിൽ മാമിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണ്? സഹിതം പോർട്ടൽ നല്ലത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ക്ലാസ് PT നോക്കിയിരിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ വിളിച്ച് കോൺടാക്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കുട്ടിയുടെ ഹാജർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് A to Z കാര്യങ്ങൾ നമുക്ക് ഈ സഹിതം പോർട്ടൽ വഴി അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുട്ടികൾ ഹാജരായിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ പ്രോഗ്രസ്സിങ്, അവരുടെ സമഗ്ര മൊത്തത്തിലുള്ളൊരു പഠനം, അപ്പോൾ അത് എല്ലാം ഇതുവഴി നമുക്ക് അറിയാൻ സാധിക്കും. രക്ഷകർത്താവെന്നുള്ളതിലേക്ക് സ്കൂളിൽ വലിയ മാറ്റങ്ങളാണ്. ഇപ്പോൾ അവരുടെ അക്കാദമികം അതുപോലെ തന്നെ ഡിസിപ്ലിൻ എല്ലാം മാറി വരികയാണ്. സർക്കാർ സ്കൂളിൽ വളരെ കുട്ടികളുടെ പഠന നിലവാരത്തിലൊക്കെ ഒരു വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലും അതുപോലെ ഇംഗ്ലീഷും ഭാഷാപരമായി ഒരു വലിയ നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ഒരു വലിയ ആശ്വാസകരമായ ഒരു കാര്യം, ഒരു കുട്ടി ഒരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിനോട് മന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ വിദ്യാഭ്യാസ മന്ത്രി ആ കുട്ടിയെ വിളിക്കുന്നു, എന്താണെന്ന് ചോദിക്കുന്നു, അതിന് പരിഹാരം കാണുന്നു. അതൊരു വലിയ ഒരുപക്ഷെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും വലിയ പ്രതീക്ഷയാണ്. വലിയ ഒരു സ്വപ്നത്തെ കാണും പോലെയാണ് ഇതെല്ലാം കാണുന്നത്. കുട്ടികളുടെ പഠന നിലവാരം ഉയരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാവണം. നല്ല ബുദ്ധിക്ക് ഏറ്റവും ബേസിക്കലി വേണ്ട സാധനമാണ് ഭക്ഷണം, അല്ലേ? അതെ. ഓരോ ദിവസം ഓരോ മെനു ആണ്, അല്ലേ? ഓരോ മെനു ആണ്. ഇവിടെ ഇന്നിപ്പോ ഏതാ? ഇന്ന് മുട്ട ബിരിയാണി. മുട്ട ബിരിയാണിയാണ്. എല്ലാ വെള്ളിയാഴ്ച മുട്ട ബിരിയാണി കൊടുക്കും. പിന്നെ തിങ്കളാഴ്ച ദിവസം ചോറ്, പിന്നെ സാമ്പാർ, അച്ചാറ്, തോരൻ, അതിന് കിച്ചടിയും കാണും. പാല് ആഴ്ച 2 ദിവസം പാലുണ്ട്, ഒരു ദിവസം മുട്ടയുണ്ട്. സമയക്കാര് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഓരോ ദിവസവും ഓരോ മെനുവാണ് നിങ്ങൾ സെറ്റ് ചെയ്ത്. ഇന്ന് നമ്മൾ ബിരിയാണിയാണ് വിളമ്പാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളാണ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടികളുടെ ആരോഗ്യം അങ്ങേയറ്റം സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നമ്മുടെ കേരള സർക്കാർ മുന്നിലേക്ക് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഇപ്പൊ ഞാനിവിടെ സാക്ഷിയായ അലിയൻസന അതെ, ഉച്ചക്കഞ്ഞിന്ന് ബിരിയാണിയിലേക്ക്